ചില നിലവിളികൾ ശബ്ദമില്ലാതെ ഉണ്ടാകും. അവ ജനക്കൂട്ടങ്ങൾ കേൾക്കില്ല, വാർത്താ തലക്കെട്ടുകളായി മാറില്ല. പക്ഷേ അവ മനുഷ്യന്റെ ആത്മാവിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അത്തരത്തിലൊരു നിശബ്ദ നിലവിളിയുടെ കഥയാണ് പത്തനംതിട്ടയിൽ നിന്നുയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ വെളിപ്പെടുത്തലുകൾ. സംസാരിക്കാനുണ്ട് എന്ന ലളിതമായ വാക്കുകളിൽ തുടങ്ങി ക്രൂരമായ അനുഭവങ്ങളിലേക്കാണ് യുവതിയുടെ ജീവിതം തള്ളപ്പെട്ടത്. വിശ്വാസം തന്നെയായിരുന്നു അവളുടെ ആദ്യത്തെ പിഴവ്. വിവാഹ വാഗ്ദാനങ്ങളും സ്നേഹവാക്കുകളും അധികാരത്തിന്റെ അഹങ്കാരവും ചേർന്നപ്പോൾ ഒരു സ്ത്രീയുടെ സുരക്ഷ തന്നെ ഇല്ലാതായി. തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറി സംസാരിക്കാനുള്ള ഇടമെന്ന വിശ്വാസത്തിൽ അവൾ അവിടെ എത്തി. പക്ഷേ ആ മുറി അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഓർമ്മകളുടെ സാക്ഷിയായി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ സംസാരിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട് അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിയും തുപ്പലും കരച്ചിലും നിലവിളിയും അപ്രസക്തമായി. അതോടെ എല്ലാം അവസാനിച്ചില്ല. അതിജീവിതയുടെ മൗനം ഭീഷണികളാൽ വാങ്ങിയതായിരുന്നു. വലിയ ബന്ധങ്ങളുണ്ട് എന്ന ഓർമ്മിപ്പിക്കൽ, സഹോദരിയുടെ വിവാഹം മുടക്കുമെന്ന ഭീഷണി, തുടർച്ചയായ മാനസിക പീഡനം, ഇതെല്ലാം ചേർന്നപ്പോൾ അവൾ ഭയത്തിന്റെ തടവുകാരിയായി. അതിനിടയിലാണ് ഗർഭം. ആദ്യകാലത്ത് സ്നേഹവാക്കുകൾ, പിന്നീട് അവഗണന, ഒടുവിൽ ഉത്തരവാദിത്വം നിഷേധിക്കൽ. അവൾ പരാതിയുമായി മുന്നോട്ട് വരാൻ വൈകിയതിന്റെ കാരണം ഭയമാണ്. സൈബർ ആക്രമണങ്ങളുടെ ഭയം, അധികാരത്തിന്റെ പ്രതികാരത്തിന്റെ ഭയം. മുമ്പ് പരാതി നൽകിയവർ നേരിട്ട ഓൺലൈൻ വേട്ട അവളെ കൂടുതൽ മൗനത്തിലേക്ക് തള്ളി. എന്നിട്ടും ആ മൗനം ഒരിക്കലും സമ്മതമായിരുന്നില്ല. അത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വിഷയമുയർന്നതോടെ അവൾ തിരിച്ചറിഞ്ഞു, താൻ ഒറ്റയാളല്ല. മറ്റു സ്ത്രീകളുടെ അനുഭവങ്ങൾ അവളുടെ വേദനയ്ക്ക് ശബ്ദമായി. അതോടെയാണ് നീണ്ട നാളത്തെ ഭയത്തിന്റെ മതിൽ തകർന്നത്. അവൾ നിയമത്തിന്റെ മുന്നിലേക്ക് വന്നു. ഇന്ന് കേസ് നിയമസഭയിലേക്കും എത്തിക്സ് കമ്മിറ്റിയിലേക്കും എത്തി നിൽക്കുന്നു. ഒരു MLA പുറത്താക്കുമോ എന്ന ചർച്ചകൾ നടക്കുന്നു. നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ ചോദ്യം ചെയ്യലിൽ ഡിജിറ്റൽ തെളിവുകൾ പ്രതിയുടെ വാദങ്ങളെ തകർക്കുന്നു. ശാസ്ത്രീയമായ അന്വേഷണം നീതി തേടുന്ന ഒരു സ്ത്രീക്ക് പ്രതീക്ഷയാകുന്നു. അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള നന്ദിയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളോടുള്ള ക്ഷമയാചനയും. ആ വാക്കുകൾ വെറും ഒരു പോസ്റ്റ് അല്ല, അത് ഒരു സ്ത്രീയുടെ ആത്മാവിന്റെ നിലവിളിയാണ്. ഈ കഥ ഒരാളുടെ മാത്രം കഥയല്ല. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സ്ത്രീകളെ നിശബ്ദരാക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിന്റെ കഥയാണ്. അതിജീവിത മുന്നോട്ട് വന്നത് വ്യക്തിപരമായ നീതിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ധൈര്യമാകാൻ വേണ്ടിയാണ്. നിശബ്ദത തകർന്നിരിക്കുന്നു. ഇപ്പോൾ സമൂഹവും നിയമവും ചേർന്ന് ഈ നിലവിളിക്ക് നീതി നൽകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. നീതി വൈകിയാലും സത്യം ഒരു നാൾ പുറത്തുവരുമെന്ന വിശ്വാസം, അതിലാണ് ഈ കഥ അവസാനിക്കുന്നതും. പ്രിയ പ്രേക്ഷകരെ, സ്വാഗതം ചെയ്യുന്നു റിയൽ സ്റ്റോറിയിലേക്ക്. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു തുപ്പി, കരഞ്ഞു നിലവിളിച്ചിട്ടും വിട്ടില്ല. ഗർഭിണിയായപ്പോൾ അവഗണിക്കുന്നു. സഹോദരിയുടെ കല്യാണം മുടക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. വലിയ ബന്ധങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ഭീഷണി തുടരുകയും ചെയ്യുന്നു. രാഹുലിനെതിരെ പരാതി നൽകിയവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിലാണ് പരാതി നൽകാൻ വൈകിയതെന്നും വിദേശത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നു. യുവതിയുടെ പരാതിയിലെ പ്രധാന ഭാഗങ്ങൾ: വിവാഹം കഴിക്കാമെന്ന് രാഹുൽ നിരന്തരം വാഗ്ദാനം ചെയ്തിരുന്നു. 2024 ഏപ്രിൽ 8 എന്നെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. മുറി ബുക്ക് ചെയ്യുന്നത് എന്തിനാണെന്നും റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്നും ഞാൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണെന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് സെൽഫി എടുക്കാൻ വരുമെന്നും രാഹുൽ പറയുന്നു. ഞാൻ മുറി ബുക്ക് ചെയ്തു. ഒറ്റയ്ക്കാണോ എന്ന് ഹോട്ടൽ ജീവനക്കാർ ചോദിച്ചപ്പോൾ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലുകാർ നൽകിയ ഫോമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെഴുതാതെ രാഹുൽ BR എന്നെഴുതി. ഞാൻ ID കാർഡ് കൊടുത്തു. രാഹുലിന്റെ ID കാർഡും അവർ ചോദിച്ചു. ആള് വന്നിട്ട് കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞ ശേഷം റൂമിൽ ചെന്ന് കാത്തിരുന്നു. രാഹുൽ എത്തിയപ്പോൾ റിസപ്ഷനിൽ ID കാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നീ മണ്ടിയാണോ എന്നും എന്റെ പേര് കൊടുത്താൽ ആളുകൾ ശ്രദ്ധിക്കില്ലേ എന്നും പറഞ്ഞു. രാഹുൽ വന്നാൽ മുറിക്ക് പുറത്തു പോയി സംസാരിക്കാമെന്നാണ് കരുതിയിരുന്നത്. രാഹുൽ ആദ്യമായാണ് കാണുന്നത്. മുറിയിലേക്ക് വന്നയുടനെ രാഹുൽ അടുത്തു വന്നിരുന്ന് എന്നെ വട്ടം പിടിച്ചു. എന്റെ മുഖത്ത് പോലും നോക്കിയില്ല. കിടക്കയിലേക്ക് തള്ളിയിട്ട ശേഷം ക്രൂരമായി പീഡിപ്പിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി. ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടും വിട്ടില്ല. ഉപദ്രവിച്ച ശേഷം അയാൾ വേഗം മുറിവിട്ടു പോയി. ഞാൻ എങ്ങനെയാണ് ബസ് കയറി വീട്ടിലെത്തിയത് എന്ന് എനിക്കറിയില്ല. രാഹുൽ വീണ്ടും മൊബൈലിൽ സന്ദേശം അയക്കുന്നത് തുടർന്നു. ചെരുപ്പ് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു. എന്റെ അനുജത്തിയുടെ കല്യാണം വരികയാണെന്നും അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അനുജത്തിയുടെ കല്യാണത്തെപ്പറ്റി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനാൽ എതിർക്കാൻ കഴിഞ്ഞില്ല.
അതിനാൽ മാത്രമാണ് അയാളോട് ഞാൻ തുടർന്നും സംസാരിച്ചത്. ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ അയച്ചു കൊടുത്തു. പീരീഡ്സ് ആകാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് മനസ്സിലായത്. രാഹുലിനെ ഇതറിയിച്ചപ്പോൾ ധൈര്യം തന്നു. വളരെ സ്നേഹത്തിൽ സംസാരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവഗണിക്കാൻ തുടങ്ങി. ഗർഭത്തിന് ഉത്തരവാദി താനല്ല എന്ന് പറഞ്ഞു. രാഹുൽ ഫോണ് ബ്ലോക്കാക്കിയിരുന്നതിനാൽ ഇമെയിലിലൂടെയും ഗർഭത്തിന്റെ വിവരം അറിയിച്ചിരുന്നു. ഇതിനിടെ രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി പറഞ്ഞിട്ട് ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 5,000 രൂപ അയച്ചു കൊടുത്തു. പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ആഹാരം കഴിക്കാൻ പോലും പണമില്ലാതെ നട്ടം തിരികെയാണെന്ന് ഫെന്നി പറഞ്ഞപ്പോൾ 10,000 രൂപ അയച്ചു കൊടുത്തു. രാഹുൽ എൻ്റെ കുട്ടിയുടെ അച്ഛനാണല്ലോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നീട് ഗർഭം അലസിപ്പോയി. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങണമെന്ന് സ്നേഹം നടിച്ച് രാഹുൽ എന്നോട് പറഞ്ഞു. 1.14 കോടി രൂപ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതിനാൽ വാങ്ങാൻ കഴിഞ്ഞില്ല. 2025 രാഹുലിന്റെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് മറ്റ് പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. എൻ്റെ സുഹൃത്തുക്കൾ രാഹുലിനെ കാണാൻ പാലക്കാട് പോയെങ്കിലും സാധിച്ചില്ല. രാഹുലിനെ വിളിച്ചപ്പോൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കണോ എന്ന് ഇനി തീരുമാനിക്കുക CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും അടക്കമുള്ളവരായിരിക്കും. തുടർച്ചയായി കേസുകളിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ പേരിൽ രാഹുലിനെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് നിയമസഭ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്യേണ്ടത്. CPM പ്രതിനിധി മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ, KK ശൈലജ, H സലാം എന്നിവരാണ് CPM അംഗങ്ങൾ. CPI-യിൽ നിന്ന് P ബാലചന്ദ്രനും JDS അംഗമായി മാത്യു ടി തോമസും UDF-ന് 2 അംഗങ്ങൾ അതായത് റോജി M ജോണും UA ലത്തീഫുമാണ് ഉള്ളത്. കമ്മിറ്റി രാഹുലിനെ നീക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും തീരുമാനം നിയമസഭ അംഗീകരിക്കുകയും ചെയ്താൽ സംസ്ഥാന നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ MLA ആകും രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമസഭാ അംഗത്തെ അറസ്റ്റ് ചെയ്താൽ അക്കാര്യം സ്പീക്കറെ പോലീസ് അറിയിക്കണമെന്നാണ് ചട്ടം. ഈ റിപ്പോർട്ടിന്മേൽ അച്ചടക്ക നടപടി ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം. ഏതെങ്കിലും MLA സമർപ്പിക്കുന്ന പരാതിയിലും തുടർ നടപടിയാകാം. കമ്മിറ്റി പരാതിക്കാരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി ശുപാർശയടക്കം നൽകുന്ന റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. തുടർന്ന് റിപ്പോർട്ടിലെ നിർദ്ദേശം പ്രമേയമായി മുഖ്യമന്ത്രി സഭയിൽ കൊണ്ടുവരണം. പ്രമേയത്തിൽ താക്കീതോ സസ്പെൻഷനോ പുറത്താക്കലോ ശുപാർശയായി വരാം. ഇത് നിയമസഭ അംഗീകരിക്കുന്നതോടെ നടപടി പ്രാബല്യത്തിലാകും. MLA സ്ഥലത്ത് നിന്ന് പുറത്താക്കിയാലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഈ മാസം 20-നാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുക. ഇതിനിടെ തെളിവെടുപ്പ് ഓൺലൈനായി നടത്തി വേണമെങ്കിൽ അതിവേഗം സർക്കാരിന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. ലോക്സഭയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയെന്ന കുറ്റം ചുമത്തി സമാന രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയെ 2023 ഡിസംബറിൽ MP സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. ദൈവത്തിന് നന്ദിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ അതിജീവിത പറഞ്ഞിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അതിജീവിത പ്രതികരിച്ചത്. ഇരുട്ടിൽ ചെയ്ത പ്രവർത്തികൾ ദൈവം കണ്ടെന്നും മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കെട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു. ലോകത്തിന് മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ആ മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. ആ മാലാക കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. ആക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാക കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കട്ടെ. നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ: നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. വീണ്ടും കണ്ടുമുട്ടുന്നവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താലോലിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തത്. അതിജീവിത എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരികെയുള്ള ഭീഷണി. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, എന്നാൽ നീ താങ്ങില്ല. അങ്ങനെയാണ് രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയത്. നാട്ടിലേക്ക് വന്നാൽ ആളുകളുമായി താൻ അതിജീവിതയുടെ വീട്ടിൽ വരുമെന്നും രാഹുൽ അയച്ച ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ടെലഗ്രാമിൽ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലജ്ജിക്കുന്നു കേരളം. ആരെയാണ് നീ പേടിപ്പിക്കുന്നത്? പ്രസ് മീറ്റ് നടത്താൻ വെല്ലുവിളിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇങ്ങോട്ട് തന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീ എന്നല്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട.
പേടിക്കാൻ ഉദ്ദേശമില്ല. ഞാൻ മാത്രം മോശവും ബാക്കിയുള്ളവർ പുണ്യാർത്ഥികളുമായിട്ടുള്ള ഒരു പരിപാടിയും ഇനി നടക്കില്ല. ഈ പേടിപ്പിക്കുന്ന പരിപാടി 1 മാസം മുമ്പ് വരെയൊക്കെ നടത്തിയെങ്കിൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇമേജ് തിരിച്ചു പിടിക്കലൊന്നുമല്ല, അത് നിന്റെ തോന്നലാണ്. നീ എല്ലാം ചെയ്തിട്ട് വാ, എന്നിട്ട് പിന്നെ നന്നായി ജീവിക്കണേ. രാഹുൽ അയച്ച ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അതിജീവിത രാഹുലിനോട് പറയുന്നതായി ചാറ്റിൽ വ്യക്തമായി കാണാം. ഈ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിച്ച് പാർട്ടിയിൽ തിരിച്ചു വന്ന് നിന്റെ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അത് കാണാം. അതൊന്നും അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം നശിപ്പിച്ച് നീ നിന്റെ ഇമേജ് തിരിച്ചു പിടിച്ച് പൊളിറ്റിക്കൽ കരിയർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല. അതിജീവിതം നൽകിയ മറുപടിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽവാസം ഇനിയും നീളാനാണ് സാധ്യത. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെങ്കിലും വാദത്തിലേക്ക് കടക്കില്ല. പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നത് കൊണ്ടാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വൈകുന്നത്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കസ്റ്റഡി അപേക്ഷ സാധാരണഗതിയിൽ കോടതി അനുവദിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഒരാഴ്ച എടുത്തേക്കും. അതുവരെ മാവേലിക്കര ജയിലിലും പോലീസ് കസ്റ്റഡിയിലുമായി രാഹുൽ കഴിയേണ്ടി വരും. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുന്നതിനിടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘ തലവി ജി പൂങ്കൊടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ രാഹുൽ പതറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലാണ് ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയുമാണ് രാഹുൽ മറുപടി നൽകിയത്. യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ലെന്നുമുള്ള പതിവ് വാദത്തിൽ MLA ഉറച്ചു നിന്നിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം. എന്നാൽ MLA ഈ തന്ത്രങ്ങളെ മറികടക്കാൻ പൂങ്കൊഴിയും സംഘവും മുൻകൂട്ടി തയ്യാറാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നായി നിരത്തുകയായിരുന്നു. ഇതോടെ മാങ്കൂട്ടത്തിൽ തകരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്രതീക്ഷിതമായി വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ പോലീസ് പുറത്തെടുത്തതോടെ രാഹുലിന്റെ ആത്മവിശ്വാസം പാടെ തകർന്നു. ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ കണ്ടതോടെ പലപ്പോഴും തലകുനിച്ച് മിണ്ടാതിരിക്കാനേ MLAക്ക് കഴിഞ്ഞുള്ളൂ. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് ഓരോന്നായി പൊളിച്ചടക്കി. ബലാത്സംഗം ചെയ്തില്ലെന്ന വാദത്തിൽ തൂങ്ങിപ്പിടിച്ച് രക്ഷപ്പെടാനുള്ള രാഹുലിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുന്ന രീതിയിലായിരുന്നു പൂങ്കൊടിയുടെ ബ്രില്യന്റ് നീക്കം. മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലിന് ശേഷം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേരള കേഡറിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ജി പൂങ്കൊഴി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകുന്നതിനും പരാതികൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നോഡൽ ഓഫീസറായി സർക്കാർ ഇവരെയാണ് നിയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ നയിക്കുന്നത് പൂങ്കൊഴിയാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലും ഇവർ പുലർത്തുന്ന സൂക്ഷ്മത ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായകമായി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ കോബ്രയുടെ ഫീൽഡ് തലത്തിലുള്ള ഏകോപനം പൂങ്കൊഴിയുടെ നേതൃത്വത്തിലായിരുന്നു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ FIR വരും. ഇമെയിൽ വഴി ലഭിച്ച 3ാമത്തെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴത്തെ നടപടി. ബലാത്സംഗം, ക്രൂരമായ ശാരീരിക ഉപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് ഞായറാഴ്ച പുലർച്ചെ രാഹുലിനെ പോലീസ് സംഘം നാടകീയമായി പിടികൂടിയത്. രാഹുലിനെ കൊടുക്കാൻ അതീവ രഹസ്യമായ നിരീക്ഷണമാണ് പോലീസ് നടത്തിയിരുന്നത്. MLA ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും പുറത്തുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഹോട്ടലിലേക്ക് എത്തിയത്. വിവരങ്ങൾ ചോരാതിരിക്കാൻ ഹോട്ടൽ റിസപ്ഷനിലുള്ളവരുടെ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അർദ്ധരാത്രി 12:15 രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ മുറിയിലെത്തിയ പോലീസ് വാതിൽ തട്ടിയെങ്കിലും അദ്ദേഹം തുറക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കസ്റ്റഡി രേഖപ്പെടുത്താൻ വന്നതാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞതോടെ 12:30 അദ്ദേഹം വാതിൽ തുറന്നത്. മുൻ കേസുകൾക്ക് സമാനമായ കുറ്റകൃത്യ ശൈലിയാണ് പുതിയ കേസിലും രാഹുൽ അവലംബിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിച്ച് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും യുവതിയെ കൊണ്ട് തന്നെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യിപ്പിക്കുകയും ഹോട്ടലിലെത്തിയ ഉടൻ സംസാരിക്കാൻ പോലും നിൽക്കാതെ ക്രൂരമായി ശാരീരികമായി കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായ ബലാത്സംഗമാണ് നടന്നതെന്ന് മൊഴിയിലുണ്ട്. തനിക്ക് ഒരു കുഞ്ഞു വേണമെന്നും അങ്ങനെയായാൽ വേഗത്തിൽ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് അതേ രീതിയിൽ വിശ്വസിപ്പിച്ച് ഓവുലേഷൻ സമയമാണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ
ഏർപ്പെടുകയും ചെയ്യുന്നു. ഗർഭിണിയായപ്പോൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. പീഡനത്തിനിടയിൽ മുഖത്തടിക്കുകയും ശരീരമാസകലം മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യ 2 പീഡന കേസുകളിൽ ഹൈക്കോടതിയും വിചാരണ കോടതിയും രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിലും പുതിയ പരാതിയിലെ ഗൗരവം കണക്കിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തുതന്നെയായാലും കണ്ടറിയാം നിയമസാധ്യതകൾ. ചില നിലവിളികൾ ശബ്ദമില്ലാതെ ഉണ്ടാകും. അവ ജനക്കൂട്ടങ്ങൾ കേൾക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ വാർത്താ തലക്കെട്ടുകളായി മാറില്ല. പക്ഷേ അവ മനുഷ്യന്റെ ആത്മാവിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അത്തരത്തിലൊരു നിശബ്ദത നിലവിളിയുടെ കഥയാണ് പത്തനംതിട്ടയിൽ നിന്ന് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ വെളിപ്പെടുത്തലുകൾ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.